ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെം ക്വീൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ JEE എക്സാംസ് ഒക്കെ വരികയല്ലേ. അപ്പോൾ JEE എക്സാമിന് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് പ്രിപ്പയർ ചെയ്യാനുള്ള കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 11th ആദ്യത്തെ ചാപ്റ്റർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി ആണല്ലേ. അതിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഓരോ വീഡിയോ ആക്കി ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ JEEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ 2023 ചോദിച്ചതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ മെറ്റൽ ക്ലോറൈഡ് കണ്ടെയ്ൻസ് 55% ഓഫ് ക്ലോറിൻ ബൈ വെയ്റ്റ്. 100 ml വേപ്പേഴ്സ് ഓഫ് ദ മെറ്റൽ ക്ലോറൈഡ് അറ്റ് STP weighs 0.57 gram. The molecular formula of the metal chloride is, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇൻഫർമേഷൻ ഗിവൺ ആണ്. അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ is 35.5 U. ഓപ്ഷൻസ് MCl3, MCl2, MCl, MCl4. അപ്പോൾ ആ മെറ്റൽ ക്ലോറൈഡിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻഫർമേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മെറ്റൽ ക്ലോറൈഡിൽ 55% ക്ലോറിനാണ് ഉള്ളത്. അതിൻ്റെ 100 ml വേപ്പർ STPയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 0.57 gram ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? രണ്ടാമത് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആ മെറ്റൽ ക്ലോറൈഡ് STPയിൽ 100 ml വെയിറ്റ് 0.57 gram ആണ്. സോ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം അതിനെ? 100 ml മെറ്റൽ ക്ലോറൈഡിൻ്റെ STPയിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 0.57 gram ആണ്. 100 ml വെയിറ്റ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഫോർ 1 mol? ഒരു മോള് ഏതൊരു ഗ്യാസും STPയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാ? 22,700 milliliters. 22,400 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ശരിക്കും STP അല്ല. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ 22,700 ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾ 22,400 എടുത്താലും വലിയ വ്യത്യാസം ആൻസറിൽ വരില്ല. എങ്കിലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ 22,700 ആണ്. STP എന്ന് പറഞ്ഞാൽ 22,700 ആണ് എടുക്കേണ്ടത്. അപ്പോൾ അത്രയും മില്ലിലിറ്ററിൻ്റെ വെയിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 100 ml വെയിറ്റ് 0.57 gram ആണെങ്കിൽ 22,700 millilitറിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 100നെ എങ്ങനെയാണ് 22,700 ആക്കണേ? 227 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സെയിം തന്നെ ഇവിടെയും ചെയ്യുക. 0.57 × 227. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 129 grams ആണ് കിട്ടുക. 129 grams. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് STPയിൽ ഇതിൻ്റെ ഒരു മോളിൻ്റെ വെയിറ്റ് 129 gram ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾക്ക് വേറൊരു ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ട്. എന്താ? ഈ മെറ്റൽ ക്ലോറൈഡിൽ 55% ക്ലോറിനാണുള്ളതെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 55% എന്ന് പറഞ്ഞാൽ എന്താ? 100 gram മെറ്റൽ ക്ലോറൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ 55 gram എന്തുണ്ടെന്ന്? ക്ലോറിൻ ഉണ്ടെന്ന്. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ 100 gram മെറ്റൽ ക്ലോറൈഡ് എടുത്താൽ 55 gram ക്ലോറിൻ ഉണ്ടെന്ന്. പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്ന വെയിറ്റ് അനുസരിച്ച് നമ്മുടെ കയ്യിൽ എത്ര ഗ്രാം ഉണ്ട്? 129 gram മെറ്റൽ ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ 129 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 55 ഡിവൈഡഡ് ബൈ 100 × 129. ഇതിനെയാണ് നമ്മൾ യൂണിറ്ററി മെത്തേഡ് എന്ന് പറയാം. 55/100 ഏതാണ് നമുക്ക് കിട്ടുന്നത്? 1 gram മെറ്റൽ ക്ലോറൈഡിലുള്ള ക്ലോറിൻ്റെ വെയിറ്റാണ്. ആ 1 ഗ്രാമിനെ പിന്നെ 129 ആക്കാൻ ഇൻറ്റു 129 ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? 100 gram മെറ്റൽ ക്ലോറൈഡിൽ 55 gram ക്ലോറിൻ ഉള്ളത് എങ്ങനെയാണ് മനസ്സിലായേ? 55% ക്ലോറിൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100-ലല്ലേ. അപ്പോൾ 100-ൽ 55 ക്ലോറിൻ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ 129 എത്രയുണ്ട്? 55/100 ചെയ്താൽ 1 ഗ്രാമിലുള്ള മെറ്റൽ ക്ലോറൈഡ്, 1 gram മെറ്റൽ ക്ലോറൈഡിലുള്ള ക്ലോറിൻ്റെ എമൗണ്ട് കിട്ടി. അപ്പോൾ 129 ഗ്രാമിലുള്ള കാണാൻ ഇൻറ്റു 129. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 71 grams എന്ന ആൻസർ കിട്ടും. 71 grams. ഇതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. അല്ലാതെ വെറുതെ ആൻസർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറുതെ ആൻസർ എഴുതി വെക്കുകയല്ല, സോൾവ് ചെയ്ത് തന്നെ നോക്കണം. സോ 71 gram ക്ലോറിനാണ് അതിലുള്ളത്. ദെൻ അവരൊരു ഇൻഫർമേഷൻ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ വെയിറ്റ് 35.5 gram അല്ലെങ്കിൽ U, 35.5 U ആണ്. അങ്ങനെയാണെങ്കിൽ 71 U അല്ലെങ്കിൽ 71 gram എന്ന് പറയുമ്പോൾ അത് എത്ര ക്ലോറിൻ ഉണ്ടാവും? 2 ക്ലോറിൻ അല്ലേ. കാരണം 35.5 × 2 അല്ലേ 71. അപ്പോൾ അത് 2 ക്ലോറിൻ ഉണ്ടെന്ന്. സോ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു മെറ്റലിന് കറസ്പോണ്ടിങ് ഒരു മോളിൽ 2 ക്ലോറിൻ ഉണ്ട്. വിച്ച് മീൻസ് ആ മെറ്റൽ ക്ലോറൈഡിൻ്റെ ഫോർമുല ഈസ് MCl2. ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ. കണ്ടോ, എളുപ്പമല്ലേ ചെയ്യാൻ? ഇവിടെ നമുക്ക് ആകെ സയൻറ്റിഫിക് ആയിട്ടൊരു ഇൻഫർമേഷൻ മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. 22,700 ml ആണ് STPയിലുള്ള വോളിയം എന്ന്. ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും പിന്നെ കുറച്ച് കോമൺ സെൻസും മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. എളുപ്പമല്ലേ ചെയ്യാൻ? പ്രത്യേകിച്ച് ഒരു ഇക്വേഷനും നമ്മൾ ഉപയോഗിച്ചില്ല. അതാണ് ഈ സം ബേസിക് കൺസെപ്റ്റ്സിൻ്റെ പ്രത്യേകത. ഇക്വേഷൻസ് ഒരുപാട് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനും 2023 ചോദിച്ചത് തന്നെയാണ്. അതും ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന്. അപ്പോൾ ബേസിക് കൺസെപ്റ്റ്സിൽ 2023 ഇപ്പോൾ 2 ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 ലിസ്റ്റ് മാച്ച് ചെയ്യാനാണ്. ലിസ്റ്റ് 1ഉം 2ഉം കൂടെ മാച്ച് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. 16 gram മീഥൈൻ, 1 gram ഹൈഡ്രജൻ, 1 mol നൈട്രജൻ, 0.5 mol SO2. ഇവിടെയോ വെയ്സ് 28 gram, 60.2 × 10⁻23 electrons, വെയ്സ് 32 gram, occupies 11.4 liter വോളിയം അറ്റ് STP. ഇത്രയുമാണ് ഓപ്ഷൻസ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ 2 സ്ഥലത്ത് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെയ്സ് 28 gram, വെയ്റ്റ് 32 gram. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവരുടെ ആരുടെയെങ്കിലുമൊക്കെ വെയിറ്റ്സ് നമുക്ക് ആലോചിച്ച് നോക്കാം. നിങ്ങൾ നോക്കിയേ, 1 mol N2, 1 mol N2ൻ്റെ വെയിറ്റ് എത്രയാണ്? ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് 14 ആണ് അല്ലേ? അപ്പോൾ N2, 1 mol N2 എന്ന് പറയുമ്പോൾ 14 + 14 28 grams. അപ്പോൾ 1 mol N2ൻ്റെ വെയിറ്റ് ആണ് 28 gram എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയില്ലേ? അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. 1 mol N2ൻ്റെ വെയിറ്റ് 28 gram ആണ്. ഞാനിവിടെ എഴുതാം. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ 1 ആണ്. സി കറസ്പോണ്ട്സ് ടു 1. നെക്സ്റ്റോ, ഇനി ഇതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വെയ്സ് 32 gram കണ്ടോ? അതൊന്ന് നോക്കിക്കേ. 0.5 mol ഓഫ് SO2. 1 mol SO2ൻ്റെ വെയിറ്റ് എത്രയാണ്? SO2 സൾഫറിൻ്റെ വെയിറ്റ് 32 പ്ലസ് ഒരു ഓക്സിജൻ 16 ആണ്. അങ്ങനത്തെ 2 ഓക്സിജൻ ഇല്ലേ? അപ്പോൾ അതും 32 + 32 64 ആണ് സൾഫർ ഡയോക്സൈഡിൻ്റെ ടോട്ടൽ മോളാർ മാസ്. അത് 1 മോളിൻ്റെ മാസ്സാണ് 64. 0.5 mol അല്ലേ ഉള്ളൂ, അതായത് പകുതി. അപ്പോൾ 64ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 32 grams. അപ്പോൾ 0.5 mol ഓഫ് SO2 എന്ന് പറഞ്ഞാൽ വെയ്സ് 32 gram. കണ്ടോ? ഈസി ആയിട്ട് കിട്ടിയാണോ? അപ്പോൾ ഡി കറസ്പോണ്ട്സ് ടു 3. അപ്പോൾ ഡിക്ക് 3 ആണ്. അപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടിയില്ലേ? ഇനി ബാക്കിയുള്ളത് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? ഇനി ബാക്കിയുള്ളത് നോക്കിയേ. ഒന്ന് ഇലക്ട്രോൺസിൻ്റെ എണ്ണ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് 11.4 liter വോളിയം അറ്റ് STP. 11.4 liter വോളിയം അറ്റ് STP എന്ന് പറഞ്ഞാൽ ഹാഫ് മോൾസിൻ്റെ വോളിയം അല്ലേ? അത് 22.7 liters അല്ലേ 1 മോളിൻ്റെ വോളിയം STPയിൽ. അപ്പോൾ 11.4 liters വോളിയം ഒക്കുപ്പൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഹാഫ് മോൾ എന്തോ ആണ്. നമ്മുടെ കയ്യിൽ ഹാഫ് മോൾ ഉള്ളത് ഒന്ന് ഇതായിരുന്നു, പക്ഷെ അതിന് കറസ്പോണ്ടിങ് 32 gram ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇതിൽ ഹാഫ് മോൾ ഉള്ളത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. 16 gram മീഥൈൻ എന്തായാലും ഹാഫ് മോൾ അല്ല, കാരണം മീഥൈൻ്റെ മോളാർ മാസ് 16 ആണ്. കാർബണിൻ്റെ 12 പ്ലസ് ഹൈഡ്രജൻ്റെ 4. അപ്പോൾ 12 + 4 16. അതിൻ്റെ മോളാർ മാസ് തന്നെ 16. സോ അത് 1 mol മീഥൈനാണ്. അപ്പോൾ അതല്ല. പിന്നെ നോക്കിയേ, 1 gram ഹൈഡ്രജൻ. 1 mol ഹൈഡ്രജൻ H2 എന്ന് പറഞ്ഞാൽ 2 gram ആണ്. 2 gram ഹൈഡ്രജനാണ് 1 mol H2. അപ്പോൾ 1 gram ഹൈഡ്രജൻ ഹാഫ് മോൾ H2 അല്ലേ? അപ്പോൾ ഹാഫ് മോളിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബി ആണ്. അപ്പോൾ ഹാഫ് മോൾ H2 അല്ലെങ്കിൽ 1 gram H2 ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയമാണ് 11.4 liters. മനസ്സിലായോ? അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 കിട്ടി. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുമായിരിക്കും. എങ്കിലും ഈ 16 gram മീഥൈന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 16 gram മീഥൈൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, 16 gram മീഥൈൻ ഇസ് 1 mol മീഥൈൻ അല്ലേ? 16 gram മീഥൈൻ 1 mol മീഥൈനാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കാർബണിൻ്റെ മാസ് 12 പ്ലസ് ഹൈഡ്രജൻ്റെ 4 കൂടെ കൂട്ടുമ്പോൾ 16 gram. 1 mol മീഥൈനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു മീഥൈനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മീഥൈനിൽ എത്ര ഇലക്ട്രോൺ? കാർബണിൻ്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 6. അപ്പോൾ കാർബണിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6 ഇലക്ട്രോൺ പ്ലസ് ഒരു ഹൈഡ്രജനിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. അങ്ങനത്തെ 4 ഹൈഡ്രജൻ വരുമ്പോൾ 4 ഇലക്ട്രോൺ. അപ്പോൾ 6 + 4 10 ഇലക്ട്രോൺ. ഒരു CH4ൽ 10 mol ഇലക്ട്രോൺസ് ആണുള്ളത്. 1 mol CH4ൽ 10 mol ഇലക്ട്രോൺസ്. 10 mol ഇലക്ട്രോൺസ്. അപ്പോൾ 1 mol CH4ൽ 10 mol ഇലക്ട്രോൺസ് ആണുള്ളത്. 10 മോളിൻ്റെ നമ്പർ ആക്കിക്കേ. എങ്ങനെ വരും? 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 6.022 × 10⁻23 ഇലക്ട്രോൺസ്. ഇതെന്ത് വരും? 60.2 × 10⁻23 ഇലക്ട്രോൺസ്. ഇതല്ലേ ആ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നോക്കിയേ. കണ്ടോ? 60.2 × 10⁻23 ഇലക്ട്രോൺസ് ആണ് 16 gram മീഥൈനിലുള്ളത്. 16 gram മീഥൈൻ എന്ന് പറഞ്ഞാൽ 1 mol മീഥൈൻ ആണ്. 1 mol മീഥൈനിൽ 10 mol ഇലക്ട്രോൺ ഉണ്ട്. 10 mol ഇലക്ട്രോൺ ആണ്, 10 ഇലക്ട്രോൺ അല്ല. 10 മോളിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ വെച്ച് നമ്പർ ആക്കുമ്പോൾ ഈ ഓപ്ഷനാണ് കിട്ടുന്നത്. സോ എ കറസ്പോണ്ട്സ് ടു 2. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് 2 ആണ്. ഇനി ഏതോ ഓപ്ഷൻ നോക്കിയേ. C corresponds to 1, D corresponds to 3, B corresponds to 4, A corresponds to 2. So option C ആണ് option 3 ആണ് നമ്മളുടെ ആൻസർ. എളുപ്പമല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനും 2023 തന്നെ ചോദിച്ചതാണ് കേട്ടോ.
ഈ ക്വസ്റ്റ്യൻ പക്ഷേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അതായത് ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് സെയിം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? തന്നിരിക്കുന്നതിൽ സെയിം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർക്കൊക്കെ ഉള്ളതെന്ന് 4 ഓപ്ഷൻ, അതായത് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. A, C and D, A, B and C, C and D, B and C, ഇങ്ങനെ 4 ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്? ഒന്ന്, നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് 1, 2, 3 അങ്ങനെ 0 ഒഴിച്ച് ബാക്കി എല്ലാ ഡിജിറ്റ്സും എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആണ്. എന്നാൽ 0യ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എപ്പോഴാണ്? ഒന്നാമത്തെ കേസ്, 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്ക് 0 വന്നാൽ ദാറ്റ് 0 ഇസ് സിഗ്നിഫിക്കൻറ്റ്. 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് 0 വന്നാൽ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. പിന്നെ 0യ്ക്ക് സിഗ്നിഫിക്കൻസ് ഉള്ളത് ഡെസിമലിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഡെസിമലിന് മുമ്പ് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, ഡെസിമലിന് ശേഷം വരുന്ന സീറോസിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് ആ റൂൾസ് ഒക്കെ വെച്ച് നമുക്ക് ഇതൊക്കെ നോക്കാം. ഇതിലൊക്കെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന്. ഫസ്റ്റ് വണ്ണിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് നോക്കി. കണ്ടോ, ഡെസിമലിന് ശേഷം വരുന്ന സീറോസിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എപ്പോഴാണെന്നറിയോ? അത് 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് 1.00253 എന്നാണെങ്കിൽ ഈ 0യ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നേനെ. കാരണം 1നും 2നും ഇടയ്ക്കായിരിക്കില്ലേ അപ്പോൾ ആ 0 കിടക്കുക. അപ്പോൾ നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കാണ് 0 കിടക്കുന്നതെങ്കിൽ ഡെസിമൽ ഉണ്ടെങ്കിലും അതിന് എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിപ്പോൾ നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കല്ല, ഡെസിമലിന് മുമ്പാണ്, നമ്പറിന് മുമ്പുള്ള സീറോസ്, പ്രിവെയിലിംഗ് സീറോസ്, അതിനെന്തില്ല? സിഗ്നിഫിക്കൻസ് ഇല്ല. സോ ഇതിൽ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, 2 and 3. ഈ 2ഉം 5ഉം 3ഉം മാത്രമേ അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്പറിലോ, ഈ നമ്പർ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അത് ഡെസിമൽ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ഇവിടെ ഇപ്പോൾ ഡെസിമൽ ഇല്ലായിരുന്നെങ്കിലും ഈ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ ഉണ്ടെങ്കിലും 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്നത് കാരണം ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ അപ്പോൾ ടോട്ടൽ എത്ര വരും? 1, 2, 3, 4, 5. സോ ഇതിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇനി ഇതിലോ, ഇതും ഞാൻ പറഞ്ഞു ഓൾറെഡി റൂള്, ഡെസിമലിന് ശേഷം വരുന്ന സീറോസ് എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1, 2, 3 3 നമ്പേഴ്സ് ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആണ്, 3ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഇതോ സിമ്പിളാണ്, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സ് അല്ലേ, ഡെസിമലൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൽ ഒരേ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നിരിക്കുന്ന ആരൊക്കെയാണ്? എയും സിയും ഡിയും. സോ A, C and D ഓൺലി. ഓപ്ഷൻ 1 ആണ് നമ്മളുടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ചിലതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ളത് ഉണ്ടാവും, അതിനനുസരിച്ച് ടഫായിട്ടുള്ളതും കൗണ്ടറായിട്ടുണ്ടാവും. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ 2023 തന്നെയാണ്. കണ്ടോ, ഇപ്പോൾ 2023 ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ 4 ക്വസ്റ്റ്യൻസ് ആയി അല്ലേ. അതിലൊരെണ്ണം നല്ല എളുപ്പമായിരുന്നു, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കിയേ. When a hydrocarbon A undergoes combustion in the presence of air, it requires 9.5 equivalents of oxygen and produce 3 equivalents of water. What is the molecular formula of A? അല്ലേ, അപ്പോൾ A എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകാർബൺ കമ്പഷൻ നടന്നു കഴിയുമ്പോൾ 9.5 ഇക്വലൻസ് ഓക്സിജനും 9.5 ഇക്വലൻസ് ഓഫ് ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വന്നു, 3 ഇക്വലൻസ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ Aയുടെ മോളിക്കുലർ ഫോർമുല എന്താണ് ക്വസ്റ്റ്യൻ. കമ്പഷൻ റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക്? ഒരു കമ്പഷൻ റിയാക്ഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് ബാലൻസ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോൾ C6H6 ആണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ C6H6 റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഇൻ ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യുക? ആദ്യം കാർബൺ വേണം ബാലൻസ് ചെയ്യാൻ. ഇവിടെ 6 കാർബൺ, സോ ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 6 ഇട്ട് കൊടുക്കണം. അപ്പോൾ കാർബൺ ബാലൻസ്ഡ് ആയി. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ഇവിടെ 6 ഹൈഡ്രജൻ, ഇവിടെ 2 ഉണ്ടല്ലോ ഓൾറെഡി, അപ്പോൾ ഇവിടെ 3 × 2 6 ഹൈഡ്രജൻസ് ആയി. ഇനി ലാസ്റ്റ് വേണം ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ. ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം റൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ലെഫ്റ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ നോക്കിയാൽ റൈറ്റിൽ 6 × 2 12 ഓക്സിജൻ പ്ലസ് ഇവിടെ 3 ഓക്സിജൻ. അപ്പോൾ 12 + 3 15 ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിട്ടാൽ മതി? 15/2, 15ൻ്റെ പകുതി, അല്ലെങ്കിൽ 7.5 എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ കളയണമെങ്കിൽ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്രാക്ഷൻ അങ്ങ് പോയിക്കോളും. എപ്പോഴും ഇങ്ങനെ ഫ്രാക്ഷൻ വരണമെന്നില്ല, ചില സമയത്ത് അത് കറക്റ്റ് പോകുന്നൊരു നമ്പർ ആയിരിക്കും. അല്ലാത്തപ്പോൾ ഫ്രാക്ഷനും വരാം. ഫ്രാക്ഷൻ വന്നു വെച്ചാൽ തെറ്റൊന്നുമില്ല, ഫ്രാക്ഷനോ ഡെസിമലോ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. ഇപ്പോൾ ഈ ക്വസ്റ്റിന് കണ്ടോ 9.5 ഇക്വലൻസ് ഓക്സിജനിൽ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഡെസിമലോ ഫ്രാക്ഷനോ ഒക്കെ വരാം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണം അറിയില്ല, അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ X എന്നും Y എന്നും ഞാൻ എടുത്തു. കാർബണിൻ്റെ നമ്പർ X എന്നും ഹൈഡ്രജൻ നമ്പർ Y എന്നും എടുത്തു. ദെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം എത്രയോ കാർബൺ ഡൈ ഓക്സൈഡും എത്രയോ വാട്ടറും ഉണ്ടാവും.
ഓക്കെ, നമുക്ക് ഇത് വെച്ച് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇവിടെ കാർബൺ എക്സ് ഉണ്ട്, അപ്പോൾ ഇവിടെ കാർബൺ എക്സ് ആക്കാൻ ഇവിടെ എന്തിട്ട് കൊടുക്കണം, എക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് CO2 ആയി. ഇനി ഇവിടെ ഹൈഡ്രജൻ Y ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി, Y/2 അല്ലേ. Y/2 × 2 ചെയ്യുമ്പോഴല്ലേ Y ആവുന്നത്. അപ്പോൾ ഇവിടെ Y ഹൈഡ്രജനും ഇവിടെ ഹൈ ഹൈഡ്രജനും ആണെങ്കിൽ Y/2. ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തേ, 6ൻ്റെ പകുതിയല്ലേ ഇവിടെ എടുത്തുള്ളൂ. അതുപോലെ ഇവിടെ Yയുടെ പകുതി Y/2. ഇനി എന്താ ചെയ്യണം, നമ്മൾ ഇവിടെ വെച്ച് ഇപ്പുറം ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ പോവാം. ഇവിടെ ഇപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കി, 2x ഇവിടെ പ്ലസ് ഇവിടെയോ Y/2. അപ്പോൾ അതിൻ്റെയൊക്കെ പകുതി മതിയല്ലോ ഇവിടെ ഓക്സിജൻ, ഇവിടെ ഉള്ളതിൻ്റെ പകുതി മതി ഇവിടെ ഓക്സിജൻ്റെ സ്റ്റോയിഷ്യോമെട്രി, കാരണം ഓക്സിജൻ ഓൾറെഡി 2 ആണല്ലോ. അപ്പോൾ 2xൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x പ്ലസ് Y/2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ Y/4. സോ x + Y/4 ആണ് ഇവിടെ ഓക്സിജൻ്റെ വരിക അല്ലേ. ഓക്സിജൻ്റെ സ്റ്റോയിഷ്യോമെട്രി എന്ത് വരും, x + Y/4 O2. എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? കാർബൺ ഇവിടെ x, അപ്പോൾ നമ്മളിവിടെ x ഇട്ടു. ഹൈഡ്രജൻ ഇവിടെ Y, അപ്പോൾ ഇവിടെ Yയുടെ പകുതി മതി Y/2. ഇനി ഇവിടെ ഓക്സിജൻ ടോട്ടൽ എത്ര വരും, 2x + Y/2. അതിൻ്റെ പകുതി, അതായത് x + Y/4 ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചു. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കാം. എന്തൊക്കെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ? ഈ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണ് 9.5 ഇക്വലൻസ് ഓക്സിജനാണ് വേണ്ടി വന്നത്. വിച്ച് മീൻസ് ഈ x + Y/4ൻ്റെ വാല്യൂ ആണ് 9.5 എന്ന് പറയുന്നത് അല്ലേ. ആ ഹൈഡ്രോ കാർബണിന് അത്രയും ഓക്സിജൻ വേണ്ടി വന്നു എന്നല്ലേ പറഞ്ഞേ. സോ x + Y/4 ആണ് 9.5. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമതൊരു ഇൻഫർമേഷൻ കൂടെ അവർ തന്നിട്ടുണ്ട്. എന്തോരം വാട്ടർ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത്, 3 ഇക്വലൻസ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് Y/2ൻ്റെ വാല്യൂ ആണ് 3. കണ്ടോ, ഇക്വേഷൻ നമ്പർ 2 Y/2യുടെ വാല്യൂ ആണ് 3. Y/2 3 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് Y കണ്ടുപിടിക്കാമല്ലോ. Y = 3 × 2 6. ആ Yയുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും, x + Yക്ക് പകരം 6 കൊടുക്കുക. 6/4 = 9.5. 6/4 = 3/2. 3/2 = 1.5. അപ്പോൾ x = 9.5 - 1.5. ദാറ്റ് ഈസ് 8. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 8 എന്ന് കിട്ടി. Yയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയായിരുന്നു, 6 എന്ന് കിട്ടിയായിരുന്നു. സോ x is 8 and Y is equal to 6. സോ ഹൈഡ്രോ കാർബണിൻ്റെ ഫോർമുല എന്താ, C8H6. ഓപ്ഷൻ C ആണ് നമ്മളുടെ ആൻസർ. കണ്ടോ, എളുപ്പമല്ലേ നോക്കിയേ. ആ കമ്പഷൻ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ അറിയെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണിൻ്റെ നമ്പർ എന്താണോ അത് തന്നെയായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുക. ഹൈഡ്രജൻ്റെ നമ്പർ എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും വാട്ടർ ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷേ അത് ആൽക്കൈൻസിന് മാത്രമേ ഇത് പോസിബിൾ ഉള്ളൂ. ആൽക്കൈനൊക്കെ വരുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യം നമ്മൾ ജനറലി ബാലൻസ് ചെയ്തു, അതിനുശേഷം തന്നിരിക്കുന്ന ഓരോ സ്റ്റോയിഷ്യോമെട്രിയും നമ്മുടെ ബാലൻസ് ചെയ്ത പാരാമീറ്റേഴ്സുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു, അതിനെ സോൾവ് ചെയ്ത് നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചു. എളുപ്പമല്ലേ, ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 സെയിം ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്റ്റോയിഷ്യോമെട്രിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺസിഡർ ദ റിയാക്ഷൻ 4HNO3 + 3KCl gives Cl2 + NOCl + 2H2O + 3KNO3. ഓൾറെഡി അവർ റിയാക്ഷൻ ബാലൻസ് ചെയ്താൽ തന്നിരിക്കുന്നത്. എപ്പോഴും ബാലൻസ് ചെയ്ത് തന്നെന്നില്ല, നമ്മൾ ചിലപ്പോൾ ബാലൻസ് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് HNO3 റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 110 gram of KNO3 is 110 gram KNO3 ഉണ്ടാകാൻ എന്തുമാത്രം HNO3 എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ബാലൻസ്ഡ് ഇക്വേഷനിൽ റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റോയിഷ്യോമെട്രി എങ്ങനെയാണെന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള സ്റ്റോയിഷ്യോമെട്രി നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് റിയാക്ഷൻ എഴുതുക, സെക്കൻഡ് സ്റ്റെപ്പ് ബാലൻസ് ചെയ്യുക. അത് രണ്ടും ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഇതിൽ തന്നിരിക്കുന്ന സ്റ്റോയിഷ്യോമെട്രി എഴുതാം. ആരുടെയൊക്കെ സ്റ്റോയിഷ്യോമെട്രി നമുക്ക് വേണ്ടത്, HNO3യുടെയും KNO3യുടെയും മാത്രമാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് KNO3 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ KNO3 ആദ്യം നമുക്ക് എഴുതാം. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നു 3 mol KNO3. 3 mol KNO3 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തോരം മോൾ HNO3 എടുക്കണം, 4 mol HNO3 എടുക്കണം എന്നാണ് ഇക്വേഷൻ അനുസരിച്ച്. 3 mol KNO3 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 mol HNO3 റിയാക്ട് ചെയ്തിരിക്കണം. നമ്മളോട് മോൾസ് അനുസരിച്ച് അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, മാസ് അനുസരിച്ചല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിതിനെ മാസ് ആക്കാം. 3 mol KNO3 എന്ന് പറയുമ്പോൾ 3 × KNO3യുടെ മാസ് കണ്ടുപിടിക്കാം. അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. KNO3യുടെ മാസ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം 39 പ്ലസ് നൈട്രജൻ എത്രയാ 14
3 ഇൻറ്റു ഓക്സിജൻ്റെ 16 ആണ്. 60 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 48. 101. സോ KNO3യുടെ മോളാർ മാസ് 101 വരും. അപ്പോൾ 3 ഇൻറ്റു 101 ഗ്രാം KNO3. അത്രയും KNO3 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 ഇൻറ്റു HNO3യുടെ മോളാർ മാസ്. HNO3 ഹൈഡ്രജൻ 1, നൈട്രജൻ 14, 3 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 48. 63. HNO3യുടെ മോളാർ മാസ് 63. ചെറിയ ആൾക്കാരുടെ എല്ലാം മോളാർ മാസ് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. HNO3ക്ക് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് HNO3യുടെ HClൻ്റെ H2SO4ൻ്റെ ഒക്കെ കാണാതെ പഠിച്ചു വെക്കാം. അപ്പോൾ 3 ഇൻറ്റു 101 ഗ്രാം KNO3 ഉണ്ടാവണമെങ്കിൽ 4 ഇൻറ്റു 63 ഗ്രാം HNO3 റിയാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? 110 ഗ്രാം KNO3 അല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ടാവണമെങ്കിൽ 110 ഗ്രാം KNO3 നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്തോരം HNO3 ഉപയോഗിക്കണം? നേരത്തെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്ററി മെത്തേഡ് 4 ഇൻറ്റു 63 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 101. അപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 1 ഗ്രാം KNO3 ഉണ്ടാവാൻ എന്തുമാത്രം HNO3 വേണമെന്നാണ് ഇപ്പോൾ കിട്ടിയത്. 1 ഗ്രാം അല്ലല്ലോ വേണ്ടത്, 110 ഗ്രാം അല്ലേ. സോ ഇതിനെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഫോർമാറ്റിൽ എഴുതി പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ബൈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഇൻറ്റു നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഫോർമാറ്റിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ KNO3 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ എപ്പോഴും ലെഫ്റ്റിൽ എഴുതി പോവാണ്. HNO3 എന്തോരം വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളെ എപ്പോഴും റൈറ്റിൽ വരുന്ന രീതിയിൽ എഴുതി പോവുകയാണെങ്കിൽ ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ചില കുട്ടികൾ ചെയ്യുന്ന പരിപാടി ഇതിവിടെ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കും. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്പർ വലുതായിക്കൊണ്ടിരിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്നതോറും നമ്പർ വലുതാവുക. അപ്പോൾ നമ്മൾ വലിയ നമ്പറിലേക്ക് ഞാൻ ആക്കിക്കൊണ്ട് പോകുന്നതിൽ നല്ലത് ഇങ്ങനെ തന്നെ അതിനിട്ടാൽ അവസാനം നമുക്ക് എന്തെങ്കിലും തമ്മിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ നിങ്ങൾ ഈ 3യും 63യും കൂടെ കട്ട് ചെയ്യുക അല്ലേ. 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 1 3. അപ്പോൾ 21 വന്നു. ഇനി സപ്പോസ് ഞാൻ ഈ 101നെ 100 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഞാൻ 101നെ 100 ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ 100ലെ ഒരു 0യും ഈ 0യും കൂടെ എനിക്ക് ക്യാൻസൽ ചെയ്താളെ. ഇനി എന്താ ബാക്കിയുള്ളത്? 11 ഇൻറ്റു 21. ഈ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു എളുപ്പവഴിയുണ്ട്, നിങ്ങൾക്കറിയാവോ? 11 ഇൻറ്റു 11ൻ്റെ ആൻസർ 121 ആണ്. 11 ഇൻറ്റു 12ൻ്റെ ആൻസർ 132 ആണ്. 11 ഇൻറ്റു 13ൻ്റെ ആൻസർ 143 ആണ്. ഇതെങ്ങനെ കിട്ടുന്നതെന്നറിയോ? 11നെ ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിൻ്റെ 2 നമ്പേഴ്സ് ആ അറ്റത്തും ഈ അറ്റത്തും എഴുതാം. അത് ആഡ് ചെയ്ത നമ്പർ നടുക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ 1 ഇവിടെ 2 അപ്പുറത്ത്, 2ഉം കൂടെ ആഡ് ചെയ്താൽ 2 + 1 3 നടുക്ക് എഴുതുക. ഇവിടെ കണ്ടോ 1 ഇവിടെ 3 അപ്പുറത്ത്, 3 + 1 ആഡ് ചെയ്ത് 4 നടുക്ക് എഴുതുക. അപ്പോൾ 11നെ ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ആ 2 ഡിജിറ്റുള്ള നമ്പറാണ് പറ്റുള്ളൂ കേട്ടോ. 2 ഡിജിറ്റ് നമ്പറിൻ്റെ 2 ഡിജിറ്റ് അപ്പുറം ഇപ്പുറം എഴുതിയിട്ട് അത് ആഡ് ചെയ്ത നമ്പർ നടുക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നുണ്ടോ? 11 ഇൻറ്റു 21. 11 ഇൻറ്റു 21 ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക? 2 ഇവിടെ എഴുതുക, 1 അങ്ങേറ്റത്ത് എഴുതുക. 2 + 1 എത്രയാ? 3. അപ്പോൾ 3 നടുക്ക് എഴുതുക. കണ്ടോ? അപ്പോൾ 231 ആണ്. ഇൻറ്റു 4/10. ഇത്രയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി 231 ഇൻറ്റു 4 ചെയ്ത് നോക്കാം. 924. 924/10 എന്ന് പറയുമ്പോൾ 92.4 ഗ്രാംസ് ആണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. 92.4. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, കാരണം ഞാനിവിടെ ഒരു അപ്രോക്സിമേഷൻ നടത്തിയായിരുന്നു. 101 ആയിരുന്നു, ഞാനത് 100 ആക്കി. അപ്പോൾ ഡിനോമിനേറ്റർ ഞാൻ കുറച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ആൻസർ കൂടിപ്പോയി എന്നാണ്. അപ്പോൾ 92.4 ഡിനോമിനേറ്റർ അല്ലേ, അതുകൊണ്ട് ഡിനോമിനേറ്റർ ഞാൻ കുറച്ചപ്പോൾ എൻ്റെ ആൻസർ ആക്ച്വലി കൂടിപ്പോയി. അപ്പോൾ 92.4 ശരിക്കും കൂടിയ ആൻസറാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ആൻസർ എടുത്താൽ മതി, 91.5. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലായിട്ട് തന്നെ ചെയ്യണം. ഈ 101 തന്നെ ഇവിടെ ഇട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് 91.48 അങ്ങനെ എന്തോ കിട്ടുക. 91.5 അപ്പോഴും കറക്റ്റായിട്ട് കിട്ടില്ല, എങ്കിലും റൗണ്ട് ചെയ്യുമ്പോൾ 91.5 കിട്ടുന്ന ആൻസർ കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന അപ്രോക്സിമേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചില്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എളുപ്പമല്ലേ? പ്രത്യേകിച്ച് കൺസെപ്റ്റുകളൊന്നും അവിടെ ഉപയോഗിക്കാനില്ല. ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ, സ്റ്റോയിഷ്യോമെട്രിയുടെ ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.